أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാകുന്നു അല്ലാഹു. അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ ദുർമൂർത്തികളാകുന്നു. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ് ആ ദുർമൂർത്തികൾ അവരെ നയിക്കുന്നത്. അവരത്രേ നരകാവകാശികൾ. അവരതിൽ നിത്യവാസികളാകുന്നു. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചെളിക്കൊണ്ടിൽ ആഴ്ന്നിറങ്ങിയിരുന്ന കേരള മുസ്ലിങ്ങളുടെ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രം നിഷ്പക്ഷരായ പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വിശ്വാസപരമായി അങ്ങേയറ്റം വഴിപിഴയ്ക്കുകയും കർമ്മങ്ങളിൽ നിന്നും അകലേക്ക് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്ന ആ സമൂഹത്തെ ഏകദൈവാരാധനയുടെ നൂലിൽ ഒരുമിപ്പിക്കാനും വിശ്വാസത്തിന്റെ ഉന്നതിയിലേക്കും കർമ്മങ്ങളുടെ പവിത്രതയിലേക്കും കൈപിടിച്ചുയർത്തിയതും മുജാഹിദ് പ്രസ്ഥാനമാണ്. വിശ്വാസം നന്നാകാതെ കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർ വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും സമുദായത്തെ രക്ഷിക്കാനാണ് ആദ്യമായി പരിശ്രമിച്ചത്. ആരാധനയുടെ വിവിധ രൂപങ്ങളായ പ്രാർത്ഥനയും നേർച്ചയും ബലിയുമെല്ലാം മഹാന്മാരുടെ പേരിൽ അർപ്പിച്ചിരുന്ന ഒരു ജനതയോട് അതെല്ലാം സൃഷ്ടാവിലേക്ക് തിരിച്ചുവിടണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം മുഖ്യമായും പ്രബോധനം ചെയ്തത്. എന്നാൽ ആരാധനാ കർമ്മങ്ങൾ സൃഷ്ടികളിലേക്കും മഖ്ബറുകളിലേക്കും തിരിച്ചുവിടുക വഴി സാമ്പത്തിക നേട്ടവും സ്ഥാനമാനങ്ങളും വാരിക്കൂട്ടിയിരുന്ന ഇരുട്ടിന്റെ ആത്മാക്കളായ പുരോഹിതന്മാർ അടങ്ങിയിരുന്നില്ല. ആക്രമിച്ചും തെറിവിളിച്ചും ഒറ്റപ്പെടുത്തിയും മുജാഹിദ് പണ്ഡിതന്മാരെ അവർ നിരന്തരം വേട്ടയാടി. പക്ഷേ തൗഹീദി പ്രചരണം കൂടുതൽ ശക്തിപ്പെടുകയായിരുന്നു. തീർത്തും ഗുണകാംക്ഷയോടെ പ്രസ്ഥാനത്തെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരുപറ്റം KNM പ്രവർത്തകർ തയ്യാറാക്കിയ ഈ വീഡിയോ ദൃശ്യങ്ങൾ സസൂക്ഷ്മം പഠിച്ച് വിലയിരുത്തി അന്തിമമായ പരിഹാരം കാണണമെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാഹി നേതാക്കളോടും പണ്ഡിതരോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ബദരീങ്ങളെ കാക്കണേ, മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ അല്ലാഹുവല്ലാത്ത മറ്റാരോടും അവർ ജിന്നാകട്ടെ മലക്കാകട്ടെ സഹായം തേടൽ ശിർക്കാണെന്നായിരുന്നു നമ്മുടെ ഇതുവരെയുള്ള വിശ്വാസം. എന്നാൽ ഈ ആശയത്തിൽ നിന്നും നാം പുറകോട്ടു പോയോ? ഈ അടുത്ത് സുന്നികളുമായി നടന്ന 2 സംവാദ വ്യവസ്ഥകളിലെ അവരുടെ വെല്ലുവിളികൾ ഒന്ന് സശ്രദ്ധം ശ്രവിക്കുക. ആ വാദം നിങ്ങളുടെ മർമ്മത്താണ് പിടിച്ചിരിക്കുന്നത് എന്ന ബോധം കൊണ്ടാണ് മൗലവി ഉരുണ്ടു കളിക്കുന്നത്. ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു, ഇപ്പൊ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. അവിടെ ഇപ്പൊ തർക്കിരിക്കുന്നത് ഞങ്ങൾ ബദരീങ്ങളെ കാക്കണേ ശിർക്കല്ല, നിങ്ങൾ പറയുന്നത് ജിന്നെ മരക്കയെ സഹായിക്കണേ എന്ന് പറയുന്നത് ശിർക്കല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പറ, ഞങ്ങൾ തെളിവുകൾ ധരിക്കും. അപ്പൊ എന്തായി? ജിന്നയെ സഹായിക്കണേ. പണ്ട് നിങ്ങൾ പറഞ്ഞ എന്താ? നിങ്ങൾ ഉമർ മൗലവി അടക്കം എഴുതി വിട്ടത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള മുഴുവൻ സഹായം ശിർക്കാണ്. അതുകൊണ്ട് അഭൗതിക ശക്തികളോട് സഹായം തേടാൻ പാടില്ല. ഇപ്പൊ നിങ്ങളുടെ സർവ്വ മൗലവിമാരും പറ്റുമെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ നേരത്തെ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന വാചകത്തെ എന്ത് കാരണം കൊണ്ടായിരുന്നു ശിർക്കാക്കിയത്? അതേ കാരണം ഇന്ന് നിങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ വാദം തകർത്തു. വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഞങ്ങള് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് തേടൽ ശിർക്കല്ല, നിങ്ങൾ പറയുന്നത് ജിന്നിനോട് തേടൽ ശിർക്കല്ല. രണ്ടും ഇപ്പോ കാര്യമായ വ്യത്യാസമില്ലാത്ത രൂപത്തിലേക്ക് സംഗതികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് കാലം വരെ പറഞ്ഞ വാദത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും ജിന്നിനോട് തേടൽ ശിർക്കാണെന്നാണ് നിങ്ങളുടെ വാദം എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളെ തൗഹീദ് തെറ്റിയെന്നും അത് പേച്ചു എന്നും ഞങ്ങൾ പറയുമ്പോ അത് തിരുത്താൻ പോലും നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ഇതൊരു വല്ലാത്ത തകർച്ചയാണ്. നാം ഇപ്പോൾ കണ്ടത് മട്ടാഞ്ചേരി സംവാദ വ്യവസ്ഥയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. ജിന്നെ മലക്കെ സഹായിക്കണേ, ഇത് ശിർക്കാണോ അല്ലയോ എന്നാണ് സുന്നികൾ ചോദിക്കുന്നത്. ഇതേ ചോദ്യം തന്നെ
ചക്കരപ്പറമ്പ് സംവാദ വ്യവസ്ഥയിലും ആവർത്തിക്കുന്നത് കേൾക്കൂ. ജിന്നിനോട് സഹായം നേടാൻ പറ്റുമോ? സഹായാർത്ഥന അതെഴുതി വിഷയം തീർന്നു. ജിന്നിനോട് സഹായാർത്ഥന എഴുതിക്കോ. മുഹിയുദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് ഞങ്ങൾ അല്ല, ജിന്നിനോട് സഹായം തേടുന്നു നിങ്ങൾ. ഈ സഹായാർത്ഥന അതാണ് ഇവിടെയുള്ള വിഷയം. അത് നിങ്ങൾ തെളിയിക്കും, നിങ്ങൾ എഴുതിയിട്ടുണ്ട് കൃത്യമായി. അതുകൊണ്ട് അത് ഞങ്ങൾ പറയുന്നു മുഹിയുദ്ദീൻ ഷേഖെ സഹായിക്കണേ, ഇത് ശിർക്കല്ല എന്നാണ് ഞങ്ങളെ വാദം. അതുപോലെ തന്നെ പള്ളിപ്പടി ഉപ്പാപ്പ സഹായിക്കണേ, ആ ശിർക്കല്ല ഞങ്ങളെ വാദം. അതോടൊപ്പം തന്നെ എഴുത് എന്ത് മലക്കെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ, ഇത് ശിർക്കല്ല എന്ന് നീ പറയണേ, അതല്ലേ വാദം. അത് കൃത്യമായി എഴുതിയാൽ വാദപ്രതിവാദത്തിന് 10,000 ശക്തിയോടെ ഞങ്ങൾ റെഡി. കറക്റ്റ് പറഞ്ഞു. അപ്പോ ഇപ്പൊ ഏകദേശം കാര്യത്തോട് അടുത്തപ്പോ നിറം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ആദ്യം നമ്മൾ എഴുതിയ അല്ലെങ്കിൽ ഇവിടെ ISMന്റെ SSFന്റെ ആളുകൾ എഴുതിയ ഒരു പിന്നെ തീരുമാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് വെച്ചാണ് നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നത്. പക്ഷേ അത് ചർച്ച ആദ്യം നമ്മൾ തുടങ്ങിയത് തന്നെ ആളിന്റെ എണ്ണം പറഞ്ഞിട്ട് അങ്ങനെ കുറെ പോയി. പിന്നെ വിഷയം അതിനിടയ്ക്ക് ചാടി വിഷയത്തിലേക്ക് കയറി കുറെ ഇസ്ലാക്ക് എടുത്ത് പിന്നെ കുഞ്ഞിതോരുടെ ബുക്കൊക്കെ എടുത്ത് അങ്ങനെ അതിന്റെ പുറകെ കൂടാൻ നോക്കി, അതൊന്നും നടന്നില്ല. അവസാനം പിന്നെ ഇവിടെ ജിന്നിന് കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ജിന്നും കൂടെ കൂട്ടിക്കൊടുത്തു. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒഴിവാകണം എന്ന ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും അത് നടക്കില്ല. ഞങ്ങളുടെ വാദം ഞങ്ങൾ വ്യക്തമായി ആദ്യം ഇവിടെ ചക്കരപ്പറമ്പിൽ നടക്കേണ്ട സംവാദം, ആ സംവാദത്തിന്റെ കരാറ് ഇവിടെ ആ കരാറ് അതിന്റെ വാദം വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ നമുക്ക് പിന്നെ സംവാദം നടക്കണം. അത് കൃത്യമാണ്. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പഴുതങ്ങളെ കാക്കണേ എന്നിങ്ങനെ മൺമറഞ്ഞു പോയ ആളുകളോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ്. ഇത് വ്യക്തമായി ഇന്ന് പറഞ്ഞതല്ല, നേരെ മറിച്ച് 29/8/2010 ISMന്റെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്തു. ഒരു പ്രയാസം ഉണ്ടായില്ല. അതിന് മറുവാദം എഴുതി തന്നു. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടി ഉപ്പാപ്പ കാക്കണേ ഇത്യാദി മൺമറഞ്ഞു പോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന വിഷയത്തിൽ വാദപ്രതിവാദത്തിന് തയ്യാറാണെന്ന് SSFകാരും എഴുതി തന്നു. ഇപ്പോൾ വീണ്ടും ഇവിടെ ജിന്ന് വിഷയം ഉന്നയിച്ചുകൊണ്ട് ആ വിഷയത്തിൽ തൂങ്ങി ഈ സംവാദം മുടക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അതും നടപ്പാവില്ല. കാരണം ഇവിടെ ഞങ്ങളുടെ ലെറ്റർ ഹെഡിൽ ചക്കരപ്പറമ്പ് ISMന്റെ ലെറ്റർ ഹെഡിൽ എഴുതി തരാൻ തയ്യാറാണ്. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടിത്തങ്ങളെ കാക്കണേ, എന്നതുപോലെ ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാകുന്നു. 2 10,000 വാദപ്രതിവാദം ഞങ്ങൾ റെഡിയാണ്. എല്ലാ വിഷയത്തിലും വാദപ്രതിവാദങ്ങൾ എപ്പോഴും റെഡിയാണ്. ഇയാളെന്ന് പറഞ്ഞില്ലേ ഖുർആൻ തിരുത്തിയ വിഷയം ഞങ്ങൾ റെഡിയായി. നിങ്ങൾ റെഡിയായോ? ഇല്ലല്ലോ. ഞാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രവർത്തകൻ റെഡിയാക്കുക കഴിഞ്ഞോ? കഴിയില്ല, സാധ്യമല്ല. ഞങ്ങൾ ഓരോ വിഷയം എങ്ങനെയാണ് ഇനി സംഘടിത വെക്കാത്ത എല്ലാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉമർ മൗലവിക്ക് ഈ വിഷയത്തിൽ ഒരു വാദമുണ്ടായിരുന്നു, കുഞ്ഞീദ് മദനിക്ക് ഒരു വാദമുണ്ടായിരുന്നു. നിങ്ങൾ എവിടെ പോയിപ്പോ? നിങ്ങൾ എവിടെ ഉള്ളത്? ഉമർ മൗലവി പറഞ്ഞത് പ്രാർത്ഥനയല്ല, സഹായാർത്ഥനയാണ്. സഹായം തേടൽ, ജിന്നിനോട് സഹായം തേടൽ, മലക്കിനോട് സഹായം തേടൽ ശിർക്കാണെന്ന് അയാൾ പറഞ്ഞത്. അത് നിങ്ങൾ വിട്ടോ? അത് തന്നെയാണ് മാറ്റമെന്ന് ഞങ്ങൾ പറഞ്ഞത്. വ്യക്തമാണ്. അതുകൊണ്ട് അനസ് മൗലവി നിങ്ങൾ ആ പറഞ്ഞുകൊണ്ടല്ലോ വിഷയത്തിലേക്ക് ഒന്നുകൂടി ഇങ്ങോട്ട് ഇറങ്ങി വരിക. ശരിയാവും ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ പണിയെടുത്തിന് മുതലായിട്ടുണ്ട്. ഒരുപാട് വിഷയം ജിന്ന് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയല്ലോ നിങ്ങൾക്ക്. കാരണം എന്താ? നിങ്ങൾ അടിത്തറ മാന്തുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അവിടെ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. പറ്റൂല. എന്തുകൊണ്ട്? നിങ്ങൾ ഉമർ മൗലവി പഠിപ്പിച്ചത് പ്രാർത്ഥനയല്ല, സഹായത്തേട്ടമാണ്. കുഞ്ഞീലും അതിന് പഠിപ്പിച്ചത് സഹായത്തേട്ടമാണ്. അതുപോലെ തന്നെ അൽമനാർ പഠിപ്പിച്ചത് സഹായത്തേട്ടമാണ്. അതെഴുതിക്കൂടെ? അതെഴുതുന്നതിൽ എന്താ ഒരു പ്രയാസം? അപ്പൊ വ്യക്തമാണ്. ഞങ്ങൾ പറയട്ടെ നിങ്ങളോട്, ജർമ്മനിയിൽ നിന്ന് ശരിക്കും ശ്രദ്ധിക്കണേ. നിക്ക് ജർമ്മനിയിൽ കേട്ടോ, പ്രസംഗിക്കുന്ന ഞങ്ങൾ കേട്ടോളൂ, പഠിപ്പിച്ചു തരാം ഞങ്ങൾക്ക്. ഞങ്ങൾ 1 മുതൽ ആലിഫ് മുതൽ ഞങ്ങൾ പഠിപ്പിച്ചതാ. എന്താ ഒഴിഞ്ഞു മാറ്റം അറിയോ? ഞങ്ങൾ പറയൂല, നിങ്ങൾ മനസ്സിലാക്കി. ജർമ്മനിയിൽ നിന്നുള്ള മരുന്ന് അരമണിക്കൂർ കൊണ്ട് കേരളത്തിലേക്ക് എത്തിക്കണേ, ജിന്നെ സഹായാർത്ഥനയാണ്. അപ്പൊ ഇതാ വിഷയം. ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരണേ, അല്ലെങ്കിൽ പള്ളിപ്പടയിൽ നിന്ന് ഞങ്ങൾക്ക് ചായ കൊണ്ടുവരണേ എന്നിങ്ങനെയുള്ള ജിന്നുകളോടുള്ള സഹായതേട്ടം അത് ശിർക്കാണ് എന്നാണോ ശിർക്കല്ല എന്നാണോ നിങ്ങളെ മദ്ഹബ്? ജർമ്മനിയിൽ നിന്നും മരുന്ന് കൊണ്ടുവരാൻ ജിന്നിന് കഴിയുമെന്നും ദൂരസ്ഥലത്തുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് മനുഷ്യനെ സഹായിക്കുമെന്നുമുള്ള വാദം മുസ്ലിയാർ നടത്തുന്ന വെറും ആരോപണമാണോ? നിങ്ങൾ കണ്ടില്ലേ ഈ ശിർക്കൻ കേന്ദ്രങ്ങളിലുള്ള
പല ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കും, അല്ലേ? അതൊക്കെ യഥാർത്ഥത്തിൽ ശൈത്താനെ ഉപയോഗിച്ചാണ് അവരതൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിഭൂതി എടുത്തു കൊടുക്കുന്നു, ചില തട്ടിപ്പുകളിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ HMT വാച്ചവർക്ക് അത് കൊടുക്കും. ജർമ്മനിയിലുള്ള മരുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? പ്ലെയിന് പോകുമ്പോൾ പോകാൻ ശൈത്താന് കഴിയും. അതുകൊണ്ടാണല്ലോ ജിന്നിൽപ്പെട്ട മല്ലൻ പറഞ്ഞു എന്ത് സുലൈമാൻ നബിയോട്, നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം? ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം. അത്രയും ഭാരമുള്ള സിംഹാസനം ആ വായുവിലൂടെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരാൻ ആർക്ക് കഴിയും? പിശാചിന് കഴിയും. മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. സുലൈമാൻ നബിയുടെ ചരിത്രങ്ങൾ ഖുർആനിൽ നിന്ന് എടുത്തു നോക്കൂ. സുലൈമാൻ നബിയുടെ ഈ മുഅ്ജിസത്ത് അദ്ദേഹത്തിൽ മാത്രം പരിമിതമല്ലേ? പിന്നീട് വന്ന ഏതെങ്കിലും നബിമാർക്ക് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കൊടുത്തതായി ഖുർആനിലോ ഹദീസിലോ ഇല്ലല്ലോ. മാത്രമല്ല ശൈത്വാൻ പൂജകർക്ക് അകലെയുള്ള വസ്തുക്കൾ ഞൊടിയിടയിൽ കൊണ്ടുവരാൻ കഴിവുകളുണ്ടെന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞതിന് വല്ല പ്രമാണവുമുണ്ടോ? ചരിത്രപരമായ പിൻബലമുണ്ടോ? അതുമല്ലെങ്കിൽ നമുക്കാർക്കെങ്കിലും അനുഭവജ്ഞാനമെങ്കിലുമുണ്ടോ? നോക്കണം. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും, അവന്റെ കൈവിൽപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കൈവിൽപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ്. അത് ജിന്നിനോട് ചോദിച്ചാൽ കിട്ടൂല, മലക്കിനോട് ചോദിച്ചാൽ കിട്ടൂല. അത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. അതാണ് ഇൻതദുആക്കും വലൗ സമിഉ മസ്തജാബൂലക്കുന്നാണ്. അത് ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, സൃഷ്ടികൾക്കാർക്കും കഴിയില്ല. വളരെ ദൂരെയുള്ള ഭൗതിക വസ്തുക്കൾ കൊണ്ടുവരൽ ജിന്നിന്റെ കഴിവാണെന്നും അത്തരം സഹായങ്ങൾക്ക് ചോദിച്ചാൽ അത് ശിർക്കല്ലെന്നും അതുകൊണ്ട് തന്നെ അത് പ്രാർത്ഥനയല്ലെന്നും. പ്രാർത്ഥന എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്ത കാര്യം ചോദിക്കൽ മാത്രമാണെന്നുമുള്ള ഈ വാദം പുതിയതല്ലേ? ഈ വാദങ്ങൾ ഒന്നുകൂടി കേൾക്കൂ. നോക്കണം. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും, അവന്റെ കൈവിൽപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കൈവിൽപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ്. അത് ജിന്നിനോട് ചോദിച്ചാൽ കിട്ടൂല, മലക്കിനോട് ചോദിച്ചാൽ കിട്ടൂല. അത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. അതാണ് ഇൻതദുആക്കും വലൗ സമിഉ മസ്തജാബൂലക്കുന്നാണ്. അത് ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, സൃഷ്ടികൾക്കാർക്കും കഴിയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ എല്ലാ സഹായതേട്ടങ്ങളും പ്രാർത്ഥന തന്നെയാണ്. മലക്കുകളും ജിന്നുകളും നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ഏത് തേട്ടവും പ്രാർത്ഥനയാണ്, ഷിർക്കാണ്. ഇവയോടുള്ള തേട്ടം ഷിർക്കല്ല എന്ന് വരുത്തി തീർക്കാനാണ് സ്വലാഹി മലക്കുകളെയും ജിന്നുകളെയും നമ്മുടെ കാര്യകാരണ ബന്ധത്തിനുള്ളിൽ കൊണ്ടുവന്നത്. ഇത് ഇസ്ലാമിക ലോകത്തിന് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതാണ്. എന്നാൽ പ്രാർത്ഥന കേൾക്കുവാനുള്ള കഴിവ് അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല എന്ന് ഖുർആനിൽ ഖണ്ഡിതമായി പറഞ്ഞതല്ലേ? നിങ്ങൾ അല്ലാതെ ആരോടൊക്കെ തേടുന്നുവോ അത് കേൾക്കില്ല, അത് ഉത്തരം ചെയ്യില്ല. കേൾക്കാനുള്ള കഴിവും കൊടുത്തിട്ടില്ല, ഉത്തരം ചെയ്യാനുള്ള കഴിവും കൊടുത്തിട്ടില്ല എന്ന് ആരാ പറയണത്? അല്ലാഹ്. നമ്മൾ പറയണതോ അല്ല കൊടുത്ത കഴിവെന്നല്ലേ ഞങ്ങൾ ചോദിക്കണത്? അല്ല കൊടുത്ത കഴിവെന്നല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്? അതിനെന്താ കുഴപ്പമെന്ന്? അല്ല പറയുന്നതോ ഞാനങ്ങനെ ഒരു കഴിവ് കൊടുത്തില്ല. എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ സാമ്പത്തികമായ ഇടപാടിൽ എന്ത് സമീപനം സ്വീകരിക്കും? വിഷയ പൂർത്തീകരണത്തിന് വേണ്ടി ചക്കരപ്പറമ്പ് സംവാദ വ്യവസ്ഥ നാം കുറച്ചുകൂടി കാണേണ്ടതുണ്ട്. അതിങ്ങോട്ട് പറയങ്ങള് ഇല്ല, പറഞ്ഞില്ല. നിങ്ങൾ പ്രാർത്ഥനയാ പറഞ്ഞത്. പ്രാർത്ഥനയല്ല ഉമർ മൗലവി എഴുതിയത്, കുഞ്ഞീർ മദനി എഴുതിയത്. അവരെന്താ എഴുതിയത്? മറിക്ക് സഹായതേട്ടം ശിർക്കാണ്. ഇതാണ് ഇവിടെയാണ് നമ്മളുള്ളത്. ശരിക്ക് കൃത്യമായി വിഷയം ഉൾക്കൊണ്ടോളൂ. ജിന്നിനോട് മലക്കിനോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് പഴയ കാലത്ത് എഴുതി വെച്ച കുഞ്ഞീദ് മദനിയും അതുപോലെ ഉമർ മൗലവിയും അദ്ദേഹത്തിന്റെ അനുയായികളാണെന്ന് പറയുന്ന മൗലവിമാർ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ഒറ്റ പോയിന്റ് കൂടി നിങ്ങൾ വിട്ടുകിടക്കണം. എന്താണെന്നറിയോ? ഉമർ മൗലവിന്റെ വാദത്തിലേക്ക്.